വിവാഹബന്ധം ഒഴിയുമെന്ന് പറഞ്ഞ് ഭർത്താവ് വാഹിദ് നിരന്തരം സമ്മർദ്ദത്തിലാക്കിയതുകൊണ്ടാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കാൻ കാരണമായതെന്ന് കുടുംബം. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും വാഹിദ് തുടർച്ചയായി പറഞ്ഞതും മനോവിഷമം ഉണ്ടാക്കിയിരുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നിറം പോരുന്ന ഭർത്താവ് അബ്ദുൽ വാഹിദിന്റെ അവഹേളനവും പരിഹാസവും അവഗണനയുമാണ് ഷഹാന മുംതാസിനെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നാണ് ഷഹാനയുടെ കുടുംബം പറയുന്നത്. ഇത്രയേറെ മോശമായി പെരുമാറിയിട്ടും ഷഹാനയ്ക്ക് വാഹിദിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വാഹിദിന്റെ കുടുംബവും തന്നെ ഉപേക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു എന്നത് ഷഹാനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഓൾ അത്ര ഇഷ്ടപ്പെട്ടു. അപ്പം എന്താ വെച്ചാൽ ഇവള് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇവനൊരു ഇതൊന്നും ഈ ഇതും ഡൈവോഴ്സ് ആവുമോ എന്നുള്ളൊരു ഇവൻ വേണ്ടെന്ന് പറയുകയാണ് നമ്മൾ മുന്നോട്ട് പോലും. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞാൽ ഡൈവോഴ്സ് ആവുമോ, ഡൈവോഴ്സ് ആണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളോട് പറയാതെ മറച്ചു വെച്ചാണ്. ഈ ലാസ്റ്റത്തെ ഒരു 2 മാസമാണ് നമ്മൾ അറിയുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന ഷഹാന മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടതോടെ സെമസ്റ്റർ പരീക്ഷകൾ പോലും എഴുതാതെയായി. കോളേജ് അധികൃതർ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരങ്ങൾ അറിയുന്നത്. തുടർന്ന് ഷഹാനയ്ക്ക് കൗൺസിലിങ്ങും ചികിത്സയും നൽകി. ചില കാര്യങ്ങൾ ഷഹാന കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫോൺ നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർട്ട് എഴുതുക അങ്ങനത്തെ ഒക്കെ ഇതുള്ള അതിലൊക്കെ കുറച്ച് സൂചനകളൊക്കെ ഉണ്ട്. വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഷഹാനയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഒരു സ്നേഹമായിട്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടി വേണം. അതിന് ഏതറ്റം വരെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള ഏതറ്റം വരെയും ഞങ്ങൾ പോകും. വാഹിദും കുടുംബത്തിനെതിരെയാണ്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷഹാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഷഹാനയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ന്യൂസ് 18 മലപ്പുറം.